ആ പേഷ്യൻറ്റിന് ഫസ്റ്റ് ഒരു ബേബി ഉണ്ടായി, നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു. അവർ ആൻറ്റി ഇഞ്ചക്ഷൻ എടുത്തില്ല. അത് കഴിഞ്ഞുണ്ടായ 2 ബേബീസ് അവർക്ക് നഷ്ടപ്പെട്ടു. ഇതുപോലെ നീര് വന്ന് നഷ്ടപ്പെട്ടു. 3ാമത്തെ പ്രഗ്നൻസിയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് നന്നായിട്ട് നീരുണ്ടായിരുന്നു. ഒരു 28 ആഴ്ച ഏകദേശം ഉണ്ടായിട്ടുണ്ടാവും. കുഞ്ഞിനെ ജനിക്കുകയാണ് ചെയ്തത്. ജനിച്ച് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുത്ത് റെഡിയാക്കി കുഞ്ഞിനെ എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടാകണം എന്നില്ല. അത് ഓരോ പ്രഗ്നൻസി കഴിയും തോറും കുറച്ചുകൂടെ നേരത്തെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ആദ്യത്തെ പ്രഗ്നൻസിയിൽ 34 ആഴ്ചയിലാണ് കുഞ്ഞിന് പ്രശ്നം വന്നു തുടങ്ങിയെങ്കിൽ 2ാമത്തെ പ്രഗ്നൻസി അല്ലെങ്കിൽ 3ാമത്തെ പ്രഗ്നൻസി എത്തുമ്പോൾ അത് ചിലപ്പോൾ 22 ആഴ്ച, 20 ആഴ്ച, 25 ആഴ്ചയിലൊക്കെ കുഞ്ഞിന് വെള്ളക്കെട്ട് കാരണം കുഞ്ഞ് മരിച്ചു പോകാനുള്ള ഉള്ളിൽ വെച്ച് മരിച്ചു പോകാനുള്ള കാരണമാകും. അപ്പോൾ എന്ത് സംഭവിച്ചു? 2ാമത് വന്ന കുട്ടി ആദ്യത്തെ കുട്ടിയുടെ ഇത് കാരണം ബാധിക്കപ്പെട്ടു. ഈ കുട്ടി ചിലപ്പോൾ ആദ്യത്തെ ഒരു 32 ആഴ്ചയാകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഇതുപോലെ നീരുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കുട്ടിക്ക് രക്തക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 34 ആഴ്ചയൊക്കെ ആയാൽ നമ്മൾ പെട്ടെന്ന് ഡെലിവറി ആക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഉദ്ദേശം. എന്നാൽ നേരത്തെ ആണെങ്കിലോ ഒരു 26 ആഴ്ച 28 ആഴ്ച ആയെങ്കിലോ നമുക്ക് കുഞ്ഞിനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള മാർഗ്ഗങ്ങൾ എന്താണ്? വളരെ ബുദ്ധിമുട്ടാണ്. വളരെ വളരെ വലിയ സെൻറ്ററുകളിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ഉള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിലേക്ക് രക്തം കയറ്റേണ്ടി വരും. അത്രത്തോളം രക്തം നശിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അത്രത്തോളം രക്തം കുഞ്ഞിന് അമ്മയുടെ യൂട്രസിനുള്ളിൽ വെച്ച് തന്നെ രക്തം കയറ്റേണ്ട അവസ്ഥ വരേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാനാണ് നമ്മൾ ഈ ആൻറ്റി ഡി എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കുന്നത്.